ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാ എൻ കൺമണി. ഞാനിതെപ്പോൾ പാടിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ദാസേട്ടൻ പറഞ്ഞു. ഞാൻ ചിദംബരം മാഷിന് അടുത്ത് ചെല്ലുന്ന ആദ്യമായിട്ട് പാടാൻ ചെല്ലുന്ന ദിവസമാണ് നമ്മുടെ ശ്രീനിവാസേട്ടനും ഓഡീഷന് വേണ്ടി വരുന്നത്. അവിടെ ദക്ഷിണാമൃതസ്വാമിയായിട്ട് വളരെ ആത്മബന്ധമായിരുന്നു. സ്വാമി എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കാറുണ്ടായിരുന്നു. ഞാൻ സ്വാമി മാമി അത് നന്നായിട്ട് നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തിരുന്നെങ്കിൽ അത് വേറെ ലെവലിൽ എത്തിയാണ്. ഇളയാള് മഹാദേവൻ, ഇളയാള് കൂടുതലും വെസ്റ്റേൺ തന്നെയാണ് എപ്പോഴും കേട്ടോണ്ടിരിക്കണേ. ആ ചേട്ടൻ്റെ പോലെ തന്നെ എപ്പോഴും റാപ്പും അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായി യേശു യേശു തന്നെ യേശു. മലയാള സിനിമയിൽ വരുമ്പോഴത്തേക്ക് പിന്നെ മധുര അടയാളപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ആ പെരുമഴക്കാലത്തിലെ ആ പാട്ട് ചെന്താർമിഴി. അത് ആ പാട്ടിന്റെ പിറവി എങ്ങനെ ശരിക്കും അതിലേക്ക് വന്നു? ശരിക്കും മലയാളത്തിൽ ആദ്യം പാടുന്നത് ശിശിരം എന്ന് പറഞ്ഞൊരു മൂവിയിലാണ്. ബേണി ചേട്ടൻ ഇഗ്നീഷ്യസാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത്. അതേ സമയത്ത് തന്നെ ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, അതിൽ പേരിടാത്ത ചിത്രം എന്ന് ആദ്യം പേരിട്ടത്. സണ്ണി ചൈനാണ് മ്യൂസിക് ചെയ്തിരുന്നത്. അതേ സമയത്ത് തന്നെ കനകസഭാതലം മമഹൃദയം, അത് നമ്മുടെ ഉദയപുരം സുൽത്താനാണ് ആദ്യം വിഷ്വൽ ചെയ്ത് പുറത്തിറങ്ങിയത്. അത് കഴിഞ്ഞാൽ അധികം താമസിയാതെ ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, പേരിടാത്ത ചിത്രം എന്ന് ആദ്യം ഇറങ്ങി. പിന്നെ ജനങ്ങളോട് പേരിടാൻ പറഞ്ഞു. പിന്നെ അത് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ എന്നായി. അതിൽ പാട്ട് പാടിയിരുന്നു സണ്ണി ചൈൻ്റെ മ്യൂസിക്കിൽ. ഈ ശിശിരം ഓഡിയോ കാസറ്റ് മാത്രമേ ഇറങ്ങിയുള്ളൂ, സിനിമ ഇറങ്ങിയിട്ടില്ല. ശിശിരത്തിലെ പാട്ടുകളും ഗ്രാമപഞ്ചായത്തിലെ പാട്ടുകളും ഒരുമിച്ചായിരുന്നു അന്ന് ആ കാസറ്റിൽ ഇറങ്ങിയത്. 2002 അമ്മേ അമ്മേ അതിന് സ്റ്റേറ്റ് അവാർഡ്. അതിനുശേഷമാണ് ഈ പെരുമഴക്കാലം തന്നെ ചെന്താർമിഴി എന്നുള്ള പാട്ട്. അതിപ്പോഴും വളരെ പലർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ എന്താണ് മറ്റേ അഗ്രഹാരത്തിന്റെ പേര് വന്നു എന്നൊക്കെ പറയുന്ന അതെടുത്ത് ഇൻസ്റ്റയിൽ ഒരുപാട് അതെ കുറെ പേര് റീൽസ് ഇറക്കുന്നുണ്ട്. കുറെ പേര് എനിക്ക് ടാഗ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ സ്റ്റേജിലും ചിത്ര ചേച്ചിയോടൊപ്പമുള്ള സ്റ്റേജിലൊക്കെ ചേച്ചി ഞാനും പാടാറുണ്ട്. പിന്നെ എൻ്റെ ഗാനമേളകളിലും പാടാറുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് ചെന്താർമിഴി. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നല്ലേ മലയാളത്തിലെ? തീർച്ചയായിട്ടും അതെ. ചെന്താമര എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെന്താമരയേ വാ, അത് അതിന്റെ ഒരു ശൈലി മാറ്റം ഉണ്ടല്ലോ, ഒരു ചെറിയ മാറ്റം പിടിച്ചിട്ടാണ് ആ പാട്ട്. അത് ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള പാട്ടാണ്. ചെന്താമരയേ വാ അത് ഔസേപ്പേട്ടൻ്റെ മ്യൂസിക്കിലാണ്. ഇത് ചെന്താർമിഴി MJ ചന്ദ്രൻ കുട്ടൻചേട്ടൻ്റെ സംഗീതത്തിലാണ്. അപ്പോൾ അത് രണ്ട് സ്റ്റൈലുള്ളൊരു പാട്ടാണ്. അങ്ങനെ ഈ ശൈലി മാറ്റുക അല്ലെങ്കിൽ അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയാണോ? അത് എളുപ്പത്തിൽ ഇല്ല, ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടുകളും കേൾക്കാറുണ്ട്. അതിങ്ങനെ കൂടെ പാടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശീലം ഉള്ളതുകൊണ്ട് ഒരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നിയില്ല. രണ്ടും സോഫ്റ്റായിട്ട് പാടിയ പാട്ടുകളാണ്. ഓപ്പൺ ത്രോട്ടിൽ പാടിയ പാട്ടുകളല്ല രണ്ടും. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാ എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി. ഈ വോയിസാണ് ഞാൻ പാടിയിട്ടുള്ളത്. മറ്റതിൽ ചെന്താമരയേ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി ചെന്താമരയേ വാ മന്ദാകിനിയായി വാ. ഇങ്ങനെ ഈ വോയിസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അമ്മേ അമ്മേ എന്നുള്ള പാട്ട് പാടുമ്പോ അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായി അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്. അത് ഓപ്പൺ ത്രോട്ടാ. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ചെന്താർമിഴി ഒരു കർണാട്ടിക് ബേസ്, അതിലൊരു ഷഹാന രാഗത്തിലുള്ള ഒരു പാട്ടാണ്. ചെന്താമരയെ ഒരു വെസ്റ്റേൺ കൾച്ചറുള്ള പാട്ടാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വലിയ മഹാരന്മാരായ പാട്ടുകാർ പോലും ഒന്ന് അറയ്ക്കുന്ന ഇടവാണ് ഓപ്പൺ സ്റ്റേജിൽ പാടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു അവാദ് എന്ന് പറയുന്ന SPB സാറാണ്. അദ്ദേഹം പിന്നെ ഇവിടെ നിന്ന് പാടിയതാണ്. പക്ഷെ ഏറ്റവും പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടും അതെടുത്ത് വളരെ ഭയങ്കര ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് ഈ സ്റ്റേജിൽ? മെയിനായിട്ട് എനിക്ക് ദൈവം തന്ന കഴിവ്, അത്രേ ഉള്ളൂ. അതാണ് ദൈവം തന്നിട്ടുള്ളൊരു വരം മെയിനായിട്ടത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, ഓരോ റേഞ്ച് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കിട്ടിയ റേഞ്ച് ഇതാണ്. അപ്പോൾ ആ റേഞ്ചിൽ ഞാൻ
എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പാടി പോണു, അത്രേ ഉള്ളൂ. അപ്പം അതിൽ സ്ട്രെയിൻ തോന്നിക്കണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് നമ്മുടെ പാടി വന്ന രീതി, പ്രാക്ടീസ് ചെയ്തിരുന്ന രീതി. ഞാൻ ജീവിതത്തിൽ അധികം ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ സാധകം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാം കൂടി കൂട്ടി വെച്ച ഒരു 5-6 മാസം ഇതുവരെ ചെയ്തതൊക്കെ അവിടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്തിരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഞാൻ കറക്റ്റായിട്ട് സാധകം ചെയ്തത് മദ്രാസിലെ ടി വി ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ അവിടെ ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു, ഡെയിലി സാധകം ചെയ്യണം. അപ്പോൾ കൂടെയുള്ള ചെയ്തില്ലെങ്കിൽ കൂടെയുള്ളവരൊക്കെ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. എൻ്റെ കൂടെയുള്ള പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും പറയും ഞാൻ സാധകം ചെയ്തില്ല, ഇന്നും മടി പിടിച്ചിരുന്നു. അപ്പോൾ അതങ്ങനെ സാർ ചീത്ത പറയുന്നുള്ള പേടിയും കൊണ്ട് ചെയ്യായിരുന്നു. പിന്നെ ഇവരൊക്കെ ആയിട്ട് കമ്പനി ആയപ്പോൾ അത് അവർ പറയില്ല, എല്ലാവരും കമ്പനിയായി. അപ്പം അങ്ങനെ ഉഴപ്പാൻ തുടങ്ങി. അന്ന് ഉഴപ്പപ്പോഴും ഉണ്ട്, ഉഴപ്പപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വലിയ ഇതിലൊന്നും പോണ്ട, ഇല്ല ഒഴുക്കിലൊന്നും പോട്ടെന്ന് വെച്ചിട്ടായിരിക്കും. അത്ര അങ്ങനെയാണ് എൻ്റെ ചിന്താഗതി. തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോവുക, പിടിച്ചു വാങ്ങിക്കാൻ അങ്ങനെ പോവാറില്ല. നേരത്തെ പറഞ്ഞു ഇപ്പോൾ അമ്മയമ്മ പറയുന്ന ആ തുടക്കത്തിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു, വർഷത്തെ മികച്ച ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പക്ഷെ ആ പാട്ടിനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ പാട്ടിന് റെക്കോർഡിങ്ങിന് പോയപ്പോൾ തന്നെ കുട്ടൻചേട്ടൻ MJ ചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു, ഇത് മിക്കവാറും ഒരു അവാർഡിന് ചാൻസ് ഉള്ളൊരു പാട്ടാണ്, നീ അങ്ങനെ ആ രീതിയിൽ പാടണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് പാടിക്കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി, അത് ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. ഇതെല്ലാം കഴിഞ്ഞ് പാട്ട് റിലീസ് ചെയ്തപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ പറഞ്ഞു ഇതുപോലെ, ഇത് കൊള്ളാലോ മതിച്ചേട്ടാ, നല്ല ഇത് ഒരു അവാർഡിന് പറ്റിയൊരു പാട്ടാണല്ലോ എന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞ് ഒരു കൊല്ലം അടുത്ത കൊല്ലം ഒരു വർഷം കഴിയുമ്പോഴാണല്ലോ MA ബേബി സാർ അതെ അദ്ദേഹമാണ് എന്നെ വിളിച്ചു പറഞ്ഞു, മധു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അത് ഈ അമേരിക്കൻ കോൺസുലേറ്റ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴാണ് കോള് വന്നത്. അപ്പോൾ താങ്ക് യു ബേബി ചേട്ടാ. അപ്പോൾ എന്താ കാര്യം എന്ന് അറിയണ്ടേ, താങ്ക്സ് ഒക്കെ പറഞ്ഞില്ലേ, എന്താ കാര്യം എന്ന് അറിയണ്ടേ, മധുവിനാണ് തവണത്തെ ബെസ്റ്റ് സിംഗറിൻ്റെ സ്റ്റേറ്റ് അവാർഡ്. അപ്പോഴാണ് ഈ പാട്ടിനെ പറ്റി പിന്നീട് ആലോചിക്കണത്, അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നീട് അങ്ങനെ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷ ഏതെങ്കിലും പാട്ടുകളുണ്ടായിരുന്നു, എന്നിട്ട് കിട്ടാതെ പോയ? അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ പാടാറില്ല. എന്നാലും നമ്മുടെ ഉള്ളിലൊരു ഇത് നന്നായിരിക്കല്ലോ, നന്നാവുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മളിപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് അത് നന്നായിട്ടിരിക്കണം, നന്നായി വരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പാടുന്നത്. പക്ഷെ അത് അവാർഡ് കിട്ടുമെന്നൊക്കെ പറയണത് വേറെ നമ്മൾ കൂടെ കേൾക്കുന്ന ആൾക്കാരാണ് മിക്കപ്പോഴും പറയാറ്, ഇത് ഇപ്പോൾ അവാർഡ് കിട്ടും കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാറില്ല. കാരണം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന ആളാണ്. അപ്പോൾ ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കാറില്ല. പ്രതീക്ഷകൾ നടന്നില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും, വിഷമിക്കേണ്ട. അപ്പം പ്രതീക്ഷിക്കാണ്ടിരിക്കുന്നതാണ്, നമുക്ക് വരുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകാന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ് ഞാൻ. സെയിൽ പാടുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് സെയില് സാധാരണ ഈ വലിയ സെയിൽ ചുണ്ടനക്കി പാടുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ ആളുകൾ ഒരുപാട് മൈം ചെയ്യുക, പ്ലസ്സിൽ പാടുക, പ്ലസ് ട്രാക്കിൽ പാടുക, അങ്ങനെ ഒരു ഇതുണ്ടോ, ഇത് നടക്കുന്നുണ്ടോ ശരിക്കും? ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, കുറേ പേര് അങ്ങനെ പാടുന്നുണ്ട്. എനിക്കങ്ങനെ ചീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ആൾക്കാർ കാണാൻ വരുന്നത് നമ്മൾ ലൈവായിട്ട് പാടാൻ വേണ്ടിയിട്ടല്ലേ, അഭിനയിക്കണത് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അറിയാതെ എങ്കിലും ആണെന്ന് അറിയില്ല, ദിലീപിന്റെ കുറേയേറെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഈ പിന്നെ പ്രേമഗാനങ്ങൾ പാടാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലേ? അതെ, അത് ആ ശബ്ദം മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് പടങ്ങൾ. ശബ്ദം മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് ആകെ ഒരു തവണ ഇത് ബ്ലസ്സി ചേട്ടൻ്റെ ഈ പടം ഉണ്ടായിരുന്നല്ലോ, കൽക്കട്ട. അപ്പൊ അതിന് തൊട്ട് മുമ്പായിരുന്നു രാജസാർ എന്നെ മന്ദാരപ്പൂ മൂളി എന്നുള്ള പാട്ട് പാടാൻ അത് റിലീസ് ചെയ്തത് ഈ ഇതിന് മുമ്പ്, കൽക്കത്ത ന്യൂസിന് മുമ്പ്. അപ്പം മന്ദാരപ്പൂ മൂളി അതും സോഫ്റ്റ് ആയിട്ട് പാടിയ പാട്ടാണ്. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോഴാണ് ബ്ലസ് ചേട്ടന് തോന്നി ഈ സിനിമയിൽ എൻ്റെ വോയിസ് മാച്ച് ആവുന്നുണ്ട് ദിലീപേട്ടന് എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ അതും സോഫ്റ്റ് ആയിട്ട് പാടിയത്. അത് കോതണ്ടപാണി സ്റ്റുഡിയോ SPB സാറിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു പാടിയത്. ദൈബു ജ്യോതി മിശ്ര എന്നാണ് മ്യൂസിക് ഡയറക്ടറുടെ പേര്. സലിൽദയുടെ ശിഷ്യനായിരുന്നു. അതെനിക്ക് ഞാൻ പാടുമ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയാണ്ടാണ് ഞാൻ ആ പാട്ട് റെക്കോർഡിങ്ങിന് പാടിയത്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മേത്തിങ്ങനെ ഓരോ പൊങ്ങാൻ തുടങ്ങി കുമ്പള. പക്ഷെ ആ സമയത്ത് ഞാൻ അറിയണില്ല. പാട്ടൊക്കെ പാടി ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. അപ്പോൾ ദിവ്യ കൂടെ ഉണ്ട്, ചേട്ടാ ഇതെന്താ സംഭവം? അപ്പോൾ ചെറിയതായിട്ടൊരു ഫീവറിൻ്റെ ഒരു ഇതുണ്ട്.
അപ്പോഴാണ് അയ്യോ ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നിട്ടോ മതി ചേട്ടാന്ന് പറഞ്ഞു. പക്ഷെ അത് ഉഗ്രൻ പാട്ടും അതെ. പക്ഷെ ദിലീപ് സ്വാമി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ വോയിസ്? ദിലീപേട്ടന് പാടിയതൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം പറഞ്ഞ് വിളിച്ചിരുന്നു ആ സമയത്തൊക്കെ. അപ്പം നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ബ്ലസ്സി ചേട്ടനാണ് എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ സിനിമയിൽ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിന്നെ ചിത്രീകരിച്ചിട്ടുണ്ടാവില്ല സിനിമയില്. ഉദാഹരണം ഈ ഇപ്പൊ ചിലര് നല്ല പാട്ടുണ്ട്. അതെ, മഞ്ഞിൻ വെള്ളി തിങ്കൾ അതല്ലേ? അതെ മഞ്ഞിൻ വെള്ളിത്തൂവൽ ചുറ്റി ചന്തം ചൂടി. നല്ല പാട്ടായിരുന്നു. നല്ല പാട്ട്. അതുപോലെ നമ്മുടെ പ്രിയേട്ടന്റെ പടമുണ്ട് അറബി ഒട്ടകവും. അത് നല്ല പാട്ട്. അത് ഇറങ്ങിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയനെ. ഗോപബാലൻ ഇഷ്ടമീ. ആ പാട്ട് എങ്ങനെയാ ഗോപബാലൻ ഇഷ്ടം എന്നുള്ള പാട്ടെന്നോ? ഗോപബാലൻ ഇഷ്ടമീ രാഗ കോകിലയെ കനവില് നാണച്ചാന്ത് ചാർത്തും. ഞാൻ വരി മറന്നുപോയി. ചിത്ര ചേച്ചി ഞാനും കൂടി പാടി പാട്ട്. ശ്രീകുടൻ ചേട്ടൻ്റെ മ്യൂസിക്കിൽ ചിത്ര ചേച്ചി ഞാനും പാടിയത്. കഴിഞ്ഞ ദിവസം കൂടി ശ്രീകുടൻ ചേട്ടൻ ഞാനോട് സംസാരിച്ചു, അത് ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല ഇതായിരുന്നേനെ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടിയിട്ട് നമ്മള് പിന്നെ അതുപോലെ തന്നെ ഉടയോനിലെ പാട്ട് അത് വേണ്ട രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല. ആ പാട്ടിന്റെ ഒരു ഗൗരവം പോയി. തിരുവരങ്ങിൽ നടനമാടും എന്നുള്ള പാട്ടില്ലേ? തിരുവരങ്ങിൽ നടനമാടും ശിവപദങ്ങൾ തേടി. അത് നന്നായിട്ട് നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തിരുന്നെങ്കിൽ അത് വേറെ ലെവലിൽ എത്തിയാണ്. അതൊരു കോമഡി ആക്കി കളഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടൊന്നും റിലീസ് ചെയ്യാത്തത് യദുഹൃദയം അറിഞ്ഞേനില്ല വനമുരളി മൊഴിഞ്ഞേനില്ല യമുനേ രാപ്പകല്ല്. കമൽ സാറിന്റെ ചിത്ര ചേച്ചി ഞാനും കൂടി തന്നെയാണ് പാട്ട് പാടിയത്. മോഹൻ ചേട്ടൻ്റെ സംഗീതത്തിൽ. അതിൽ പക്ഷെ ആ സിനിമയുടെ ഒരു ആ പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ അതിലിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ സമയക്കുറവുകൊണ്ട് ആ പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട് ആ സിനിമയിൽ. അങ്ങനെ കുറച്ച് ദൗർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടല്ലേ? അതെ. അതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ ആ പാട്ടുകളൊക്കെ ആളുകൾ ഏറ്റു പാടുന്നുണ്ട് പല. അതെ. സിനിമ പാട്ടിനേക്കാൾ ഏറെ പക്ഷെ ഭക്തി ഗാനങ്ങൾ ഒരുപാട് പാടികളാണ് അല്ലെ? എണ്ണപ്പെട്ട പാട്ടുകൾ അത് നോക്കിയതായിരിക്കും. പക്ഷെ ഈ ഭക്തിഗാനം പാടിയത് കൊണ്ടാണ് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞത് എന്നുള്ളൊരു അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ വിളിക്കാതെ ഇരിക്കണം. അതെ, ഭക്തിഗാനങ്ങൾ പാടാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും നമ്മളെ അപ്രോച്ച് ചെയ്യണു. അവർക്ക് അതിൽ ഞാൻ പാടിയത് നന്നായിരിക്കും എന്ന് തോന്നിയോണ്ടായിരിക്കണം അവർ വിളിച്ചത്. ആ പാട്ട് പ്രത്യേകിച്ച് അവർ കമ്പോസ് ചെയ്ത ആ മ്യൂസിക് ഡയറക്ടർക്ക് അത് തോന്നിക്കാണ് ഞാൻ പാടിയ ചിലപ്പോൾ സങ്കല്പത്തിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ എന്നെ പാടാൻ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഈശ്വര ഭക്തനാണ്. അപ്പോൾ എനിക്ക് വരുന്ന അവസരങ്ങൾ ഞാൻ നിഷേധിച്ച് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം വേറെ കിട്ടും. അപ്പോൾ ഞാനത് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ ഡിവോഷണൽ അതിൻ്റെ രീതിയിൽ പാടും. സിനിമ പാട്ട് പാടുമ്പോൾ ആ രീതിയിൽ പാടും. അപ്പോൾ ഒന്നിനോടും ഒരു ഇതില്ല, ഏത് വിളിച്ചാലും പോയി പാടുക. ഞാൻ രാഷ്ട്രീയ ഗാനങ്ങൾ ഇലക്ഷന് വേണ്ടിയുള്ള പാട്ടുകൾ ഞാൻ പാടിക്കൊടുക്കാറുണ്ട്. അതെ, പല രാഷ്ട്രീയക്കാർക്കും ഞാൻ എല്ലാ പാർട്ടികൾക്കും എന്ന് പറയാം, ഇവിടെയുള്ള എല്ലാ പാർട്ടികൾക്കും ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ ചിലർ വിചാരിക്കുന്നത് ഞാൻ ഒരു പ്രത്യേക പാർട്ടിയിലെ മെമ്പറാണെന്നാണ്. പക്ഷേ ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു, മതത്തെ ഇഷ്ടപ്പെടുന്നു, എല്ലാ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നു. എന്നോട് ഒരു നമ്മളൊന്നിനും കലാകാരന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. ഭക്തിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഒരു BJP ഒരു ഷെയ്ഡൊക്കെ പലപ്പോഴും കൊടുത്തു കാണിക്കുന്നത്. അല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീശാന്ത് എൻ്റെ അളിയൻ ഇലക്ഷൻ നിന്നപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയി എന്നുള്ളതാണ്. അപ്പം അത് എൻ്റെ ഒരു കുടുംബത്തിലെ മെമ്പറാകുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പോകേണ്ടി വരും. പോകണം. അതെ. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ ആ പാർട്ടി ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറല്ല. അത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ല. ഭക്തി പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പല സംഗീത സംവിധായകരുടെയും സീനിയറായിട്ടുള്ള പലരുടെയും ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിനുശേഷം വന്ന പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, പിന്നെ വിദ്യാധരൻ മാഷ്, അങ്ങനെ തുടങ്ങി അതിനുശേഷമുള്ള ജനറേഷനിലുള്ള മുതൽ ഇപ്പോഴത്തെ ന്യൂ ജെൻ വരെയുള്ള സംഗീത സംവിധായകരുടെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. സ്വാമിയായിട്ട് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ട് വളരെ ആത്മബന്ധമായിരുന്നു. അതുപോലെ തന്നെ TS രാധാകൃഷ്ണജിയായിട്ട് സ്വാമിയായിട്ടുള്ളൊരു സൗഹൃദം. സ്വാമി എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കാറുണ്ടായിരുന്നു. സ്വാമി, മാമി, പിന്നെ ഞങ്ങളെപ്പോഴും മിക്കപ്പോഴും അവരുടെ വീട്ടിൽ പോകാറുണ്ട്.
സ്വാമിയെ ഞാനും പരിചയപ്പെട്ടതിന് ശേഷം ഇഷ്ടംപോലെ വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സ്വാമി എന്നാ പരിചയപ്പെടുന്നത്? എപ്പോഴാണ് ആദ്യത്തെ കണ്ടുമുട്ടൽ? സ്വാമിയെ പരിചയപ്പെട്ടത് ഒരിക്കൽ ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്വാമിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ സ്വാമിയായിട്ട് അടുക്കുന്നത് ശിവചൈതന്യം എന്ന് പറഞ്ഞൊരു ആൽബം സ്വാമിയാണ് മ്യൂസിക് ചെയ്ത്. അപ്പോൾ ആലാബ് സ്റ്റുഡിയോയിൽ വെച്ച് ഉണ്ണിച്ചേട്ടൻ്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ അതിന് എന്നെ പാടാൻ വിളിച്ചു. ആദ്യം പാട്ട് പറഞ്ഞു തന്നു. ഒരാഴ്ച മുമ്പ് പാട്ടൊക്കെ അയച്ചു തന്നു, പഠിച്ചു. അതിനിട്ട് സ്റ്റുഡിയോയിൽ പാടാൻ കയറി. ആദ്യത്തെ പാട്ട് തുടങ്ങണ ശിവശംഭോ എന്നൊരു ശങ്കര നാമജപം, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പോൾ ആദ്യത്തെ ലൈൻ പാടുക, ശിവശംഭോ ശങ്കര എന്നൊരു ശുഭമാം തമ്പുരുവിൽ ശ്രുതി ചേർത്തു ശിവരഞ്ജിനിയിൽ ധ്യാനലയം. അങ്ങനെയാണ് പാട്ട്. അതിൽ ശിവശംഭോ എന്നൊരു ശങ്കര എന്നൊരു സന്ധ്യാനാമജപം. ഈ ഫസ്റ്റ് ലൈൻ കേട്ടപ്പോൾ തന്നെ സ്വാമി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. യേശു തന്നെ യേശു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് പോയി എന്നല്ല. അപ്പം സ്റ്റുഡിയോയിലുള്ള എല്ലാവരും വന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിലൊരു 9 പാട്ടുണ്ട്. അത് പാടി. ഒരു പാട്ട് അതിൻ്റെ പ്രൊഡ്യൂസറുടെ അനിയനാണ് പാടിയത്, ശിവചൈതന്യം. എല്ലാം നല്ല പാട്ടുകൾ, ഉഗ്രം പാട്ടുകൾ. അതിനുശേഷം ഇഷ്ടംപോലെ വർക്കുകൾ സ്വാമിയായിട്ട് ചെയ്തു. ജയമാഷായിട്ട്. ചിദംബരം മാഷിൻ്റെ ഞാൻ മദ്രാസിൽ പഠിക്കുമ്പോൾ, മദ്രാസിലുള്ള സമയത്ത് ഡിവോഷണൽ സോങ്സ്, തമിഴ് ആൽബങ്ങൾ പാടിയിട്ടുണ്ട്. ഞാൻ ചിദംബരം മാഷിൻ്റെ അടുത്ത് ആദ്യമായിട്ട് പാടാൻ ചെല്ലുന്ന ദിവസമാണ് നമ്മുടെ ശ്രീനിവാസേട്ടനും ഓഡീഷന് വേണ്ടി വരുന്നത് അവിടെ. ശ്രീനിചേട്ടൻ. അതെ. ദാസേട്ടന്റെ സൗണ്ടിനോട് സാമ്യം ഉണ്ടെന്ന് പറയുന്ന സാമ്യം അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മൾ കൂടുതലും സാമ്യം എന്നുള്ളത് കേരളത്തിന് പുറത്തേക്കും തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡക്കാരുമാണ് കൂടുതലും അത് പറയണത്. മലയാളികൾ പണ്ട് ഇഷ്ടംപോലെ പറയുന്നത് എന്നെ ഒരിക്കൽ ദേവരാജൻ മാഷ് ഒരിക്കൽ ഫോൺ ചെയ്തു. ഞാൻ ദേവരാജൻ മാഷിൻ്റെ 75th ബർത്ത്ഡേയുടെ ഫംഗ്ഷന് അങ്ങനെയാണ് ഞാൻ ദേവരാജൻ മാഷുമായിട്ട് പരിചയപ്പെടുന്നത്. ആ പ്രോഗ്രാം വഴി ഇവിടെ എറണാകുളത്ത് ആണ് നടന്നത് ആ പ്രോഗ്രാം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ നാടക ഗാനങ്ങൾ, ഒരു ദിവസം നാടകത്തിലെയും ആൽബത്തിലെയും പാട്ടുകൾ, ഒരു ദിവസം സിനിമാ പാട്ടുകൾ, അങ്ങനെയായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട്, മധു, ഞാൻ ദേവരാജനാ എന്ന് പറഞ്ഞു. ആ നമസ്കാരം മാഷേ എന്ന് പറഞ്ഞു. നീ ഇപ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, നീ ഇപ്പോൾ പാടുമ്പോൾ യേശുവിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്, അത് നീ മാറ്റിയെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഒല്ലൂർ ചികിത്സയ്ക്ക് വരുന്നുണ്ട്, ഒല്ലൂർ തൈക്കാട്ട് മൂസിൻ്റെ അവിടെ. അപ്പോൾ നീ എൻ്റെ അടുത്ത് ഒന്ന് വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് കളയുമ്പോൾ നീ തന്നെ മാറിക്കോളും, പക്ഷെ നീ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവനും മുഹമ്മദ് റാഫിയുടെ പാട്ടൊക്കെ കേട്ടാണ് ആദ്യം വന്ന് പാടിക്കൊണ്ടിരുന്നതും, ആ രീതിയിലാണ് പാടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ നീ അത് മാറ്റിയെടുക്കണം, കാലക്രമേണ മാറിക്കോളും എന്നും പറഞ്ഞു. ആദ്യം തുടക്കാലത്ത് അങ്ങനെ ഒരു ചെറിയ സാമ്യത എല്ലാവരും പറയണ്ടായിരുന്നു. അതെ. ദാസേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും? ദാസേട്ടനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ദാസേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ദാസേട്ടനും ഫ്രണ്ടും കൂടി കാറിൽ എവിടെയോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പാട്ട് ഇട്ടപ്പോൾ പറഞ്ഞു, ഞാനിത് എപ്പോൾ പാടിയതാന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ദാസേട്ടൻ പറഞ്ഞു. അപ്പൊ അത്രയും സാമ്യത തോന്നുന്നു എന്ന് ദാസേട്ടൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ശരിക്കും അതിന്റെ നമ്മൾ ഒരു മലയാളി എന്ന് പറയുമ്പോൾ ഇപ്പൊ എൻ്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ, കുറച്ച് വർഷം എൻ്റെ തൊട്ട് മുമ്പുള്ള ജനറേഷനും അല്ലെങ്കിൽ എൻ്റെ തൊട്ട് താഴെയുള്ള ജനറേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ദാസേട്ടൻ്റെ ശബ്ദമായിരിക്കും. ഏറ്റവും കൂടുതൽ മലയാളികൾ കൂടുതലും എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ശബ്ദം ദാസേട്ടൻ, ജയേട്ടൻ, മെയിൽ സിംഗേഴ്സിൽ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ജാനകിയമ്മ, സുശീലാമ്മ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, അങ്ങനെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കേട്ടേക്കണത് ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടൻ, വേണുചേട്ടൻ, ശ്രീകുടൻ ചേട്ടൻ, അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരാളുടെ സ്വാധീനം എന്തായാലും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഞാൻ ദാസേട്ടൻ്റെ മാത്രം പറയണില്ല, ജയേട്ടൻ്റെയും സ്വാധീനം എനിക്കുണ്ട്. കാരണം എൻ്റെ അച്ഛൻ എപ്പോഴും ജയേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുള്ളായിരുന്നു കൂടുതലും. ജയേട്ടൻ്റെ ഡിവോഷണൽ സോങ്സ്, ജയേട്ടൻ്റെ സിനിമാ പാട്ടുകൾ. അപ്പം അച്ഛൻ രണ്ടും പ്ലേ ചെയ്യും. പിന്നെ മുഹമ്മദ് റാഫി സാബ്, കിഷോർ ദാ, അവരുടെയൊക്കെ പാട്ടുകളും അച്ഛൻ പ്ലേ ചെയ്യാറുണ്ട്. അച്ഛൻ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം എല്ലാത്തിൻ്റെയും ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ കേൾക്കുന്ന സ്ഥിരമായിട്ട് പാട്ടുകൾ, ഞാൻ പല ടൈപ്പിലുള്ള പാട്ടുകൾ, പലരുടെയും പല സ്റ്റൈലിലുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട്. യാത്രക്കിടയിലാണോ? യാത്രക്കിടയിലാണ് കൂടുതലും, കാറിലിരിക്കുമ്പോഴാണ് കൂടുതലും കേൾക്കുന്നത്. ചില സമയത്ത് എനിക്ക് നിശബ്ദതയാണ് ഇഷ്ടം. ഒരു
ഏകാന്തമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കണതാണ് എനിക്കിഷ്ടം. പ്രാണായാമമൊക്കെ ഞാൻ അധികം ചെയ്തിട്ടില്ല. ഒക്കെ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് നാൾ യോഗ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ശ്വാസത്തിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് കുറേ പുഴയിലും കനാലിലും തോട്ടിലൊക്കെ പോയി നീന്തി കുറേ ഗെയിമൊക്കെ കസിൻസിൻ്റെയും കൂട്ടുകാരുടെ ഒപ്പം കളിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു കാര്യങ്ങളേ ഉള്ളൂ. ചില ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഒന്ന് പാടുന്ന സമയത്ത് ഇങ്ങനെ ബ്രത്തിന്റെ ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ 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 അത് പക്ഷേ പിന്നീട് കുറേ ടെക്നിക്ക് ഉണ്ട്. ഇപ്പം ഈ നമ്മൾ ഈ വെള്ളത്തിൽ ഉള്ള പല ഗെയിംസ് മുങ്ങിക്കിടന്ന് എണ്ണാൻ പറയും, എത്രത്തോളം മുങ്ങിക്കിടക്കും. പിന്നെ വലിയൊരു കല്ല് കൊണ്ട് വെള്ളത്തിൻ്റെ ഡെപ്തിൽ ഏറ്റവും വലിയ ആഴത്തിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മുങ്ങാങ്കുഴി ഇട്ട് പോയി അത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ പോലെ താഴെ നിൽക്കണം. അപ്പോൾ അപ്പോഴൊക്കെ നമ്മളെ ഇങ്ങനെ ബ്രത്ത് പിടിച്ചു വയ്ക്കല്ലേ. അപ്പോൾ അതൊക്കെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ജണ്ടവരിശയൊക്കെ പാടുമ്പോൾ അല്ലെങ്കിൽ ഓം എന്നുള്ളത് മാക്സിമം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ നടന്ന് ഒരു പാതയെ കൂടെ നടന്നു പോകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെലിഫോൺ പോസ്റ്റ് ഉണ്ടാവും. ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പോസ്റ്റ് വരണ വരെ നമ്മളിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പിടിക്കുക, അവിടെ വരെ എത്തിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഗെയിംസ് ഉണ്ട്. അതൊക്കെ ഞാൻ റിയാലിറ്റി ഷോസിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളോട് തന്നെ മത്സരിക്കുക. ശബ്ദം നമ്മളൊരു ഗായകൻ നിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലൊരു ആഹാര ക്രമീകരണങ്ങൾ. ഞാൻ ആഹാര ക്രമീകരണങ്ങളൊന്നും വലിയ ശ്രദ്ധയില്ല. ഞാൻ അങ്ങനെ അധികം റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല എൻ്റെ ഭക്ഷണ രീതിയിലൊന്നും. കാരണം ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിക്കും, തണുത്ത ഷേക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ശബ്ദത്തിന് ചെറിയ അടഞ്ഞിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി ഷാർജ ഷേക്ക് കുടിക്കും. അടുത്ത ദിവസം എൻ്റെ ശബ്ദം ഓക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ പോക്ക്. പക്ഷേ നമ്മൾ ശീലമാണ്, നമുക്ക് കുട്ടിക്കാലം പോലെ എങ്ങനെ ശീലിച്ചോ, നമുക്ക് എന്താണ് പഴക്കം, അതാണ് നമുക്ക് ശീലമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ഓവറായിട്ട് റെസ്ട്രിക്ഷന് പോയി കഴിഞ്ഞാലും അതും പ്രശ്നം ചെയ്യും. കാരണം നമ്മളിപ്പോൾ കാറ്റടിക്കാതെ ചെവിയിൽ പഞ്ഞി വയ്ക്കുന്ന ആളാണെന്ന് വെച്ചോ, ഭയങ്കര ശ്രദ്ധയിൽ ഫാൻ്റെ ചോട്ടി കിടക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് നടക്കുന്ന ആളാണ്. നമ്മളെപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് ഈ ചെവിയിൽ പഞ്ഞി താഴത്തേക്ക് പോയി, നമ്മളത് അറിഞ്ഞില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അറിയണത്, അയ്യോ പഞ്ഞി പോയല്ലോ, ഇനി എൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, ആ ചിന്ത മതി ശബ്ദം അടയും. നോൺ വെജ് ഒക്കെ എടുക്കും. ചിക്കനും ഫിഷും കഴിക്കുന്നുണ്ട്, വല്ലപ്പോഴും കഴിക്കും. അതും ഇങ്ങനെ പതുക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ ഒന്നും ഇവിടെ ഇല്ല. പൂർണ്ണമായിട്ട് അങ്ങനെ എക്സ്റ്റെന്റിലേക്കൊന്നും പോവില്ല. അതെ, അതും നമുക്ക് പറ്റുന്നില്ല. അല്ല, അപ്പുറത്ത് ഭാര്യയുണ്ട്, 2 നല്ല കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അതെ, എല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോവാ. അതെ. മാധവനും മഹാദേവനും രണ്ടും 2 ദേവന്മാരുടെയാണ്. നക്ഷത്രം അങ്ങനെ തന്നെയാ, മാധവ് രോഹിണി, മഹാദേവ് തിരുവാതിര. ഓ, അങ്ങനെ അറിഞ്ഞിട്ടതാണ് അപ്പൊ അല്ലേ? അങ്ങനെ അറിഞ്ഞിട്ടതല്ല സത്യത്തില്. അതങ്ങനെ വന്നതാ, ദൈവനിയോഗം പോലെ വരികയാണ്. അവര് പാട്ടിന്റെ വഴികളിലാണോ മക്കളൊക്കെ? രണ്ടുപേരും വെസ്റ്റേണിലാണ് താല്പര്യം. ഒരാള് ലണ്ടനിൽ പഠിക്കുകയാണ്, മൂത്താള് ഫൈനൽ ഇയർ ഡിഗ്രിയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ആൽബം ഇറക്കി, ഹിപ്പ് ഹോപ്പ് റാപ്പാണ് അവന് താല്പര്യം. മെലഡീസും ചെയ്യുന്നുണ്ട്. ഒരു ആൽബം ഇറക്കിയതിൽ ഭൂരിഭാഗം ഹിപ്പ് ഹോപ്പാണ്. 6 പാട്ടുണ്ട് അതിൽ. പിന്നെ ഇപ്പോൾ കുറെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിലീസ് ചെയ്യാൻ പോകുന്നു. മ്യൂസിക്കാണ് അദ്ദേഹത്തിന്റെ വഴി. അതെ, വെസ്റ്റേൺ. അപ്പൊ മകന്റെ സംഗീതത്തിലും അച്ഛന് പാടാൻ ഇടവരട്ടെ. അല്ല, പാടിയിട്ടുണ്ടോ? അത് മകന്റെ സംഗീതത്തിൽ ഇതുവരെ പാടിയിട്ടില്ല. കമ്പോസിംഗ് താല്പര്യമുണ്ട് അവന്. മലയാളം ചെയ്യണം, ഇന്ത്യൻ മ്യൂസിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കർണാട്ടിക് പഠിച്ചിട്ടുണ്ട് മൂത്താള്. ഇളയാൾക്ക് കംപ്ലീറ്റ്ലി വെസ്റ്റേൺ മഹാദേവൻ. ഇളയാള് കൂടുതലും വെസ്റ്റേൺ തന്നെയാണ് എപ്പോഴും കേട്ടോണ്ടിരിക്കണേ. ചേട്ടൻ്റെ പോലെ തന്നെ എപ്പോഴും റാപ്പും അതൊക്കെയാണ് അവൻ്റെയും താല്പര്യം. പക്ഷെ അധികം പാട്ട് കർണാട്ടിക് പഠിച്ചിട്ടില്ല. മൂത്തവൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അമ്മ ഇതിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? 2 പേർക്കിടയിൽ കിട്ടും പാടുകൂടല്ലോ. അല്ല, ദിവ്യ പിന്നെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഫാമിലിയിൽ ദിവ്യയുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? അതെ. എങ്ങനെയാണ് ദിവ്യയുടെ ഒരു സഹായം? ദിവ്യ നല്ലൊരു ആസ്വാദകയും നല്ലൊരു ക്രിട്ടിക്കുമാണ്. അപ്പോൾ നല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറയും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് പറയും. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നല്ലൊരു ഭാര്യയാണ്. ആരാധകരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ പല മെസ്സേജുകളൊക്കെ വരാം. അതൊക്കെ കണ്ടും നോക്കിയും മനസ്സിലാക്കിക്കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആരാധികമാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോരുത്തരും മെസ്സേജ് അയക്കുമല്ലോ. പലരും നല്ല മെസ്സേജുകളും അല്ലാത്ത മെസ്സേജുകളൊക്കെ വരുമല്ലോ. നമ്മൾ അതിനകത്തും അകന്ന് നിൽക്കണം, നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കാത്ര. സംഗീതം മാറിയെന്നല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം നമുക്ക് പുതിയ തലമുറയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ രൂപങ്ങളും ഒക്കെ മാറുന്നുണ്ട്. ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റം നല്ലതിനാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ത്യൻ സംഗീതത്തിന്റെ ഒരു
ഇത് കുറഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട്. വെസ്റ്റേണൈസ് ആയി വരുന്നു എന്ന് തോന്നുന്നുണ്ട്. കൂടുതലും വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ തലമുറ തന്നെ മലയാളം സംസാരിക്കുന്നവർ വളരെ കുറവാണല്ലോ. അതിന് കൂടി മലയാളം അറിയാൻ പാടാത്തൊരവസ്ഥയിൽ വരും കുട്ടികൾക്ക്. കുറച്ചും കൂടി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ മലയാളം അറിയുന്നവർ കുറവായിരിക്കും, മലയാളം പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ കുറവായിരിക്കും. പുതിയ ജനറേഷൻ മുഴുവൻ ഇവിടെ നിന്ന് പോവുകയാണല്ലോ, ഇവിടെ വേറെ മറ്റുള്ള കൾച്ചറിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ്. എന്നാലും നമ്മുടെ സംഗീതം നിലനിൽക്കും. പുതിയ സിനിമകൾ അധികം അവസരങ്ങളിൽ വരാത്ത വിഷമമുണ്ടോ? ഞാനങ്ങനെ പ്രത്യേകിച്ച് വിഷമിക്കുന്ന ഒരാളല്ല. അല്ല, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, അത്രേ ഉള്ളൂ. പുതിയ തലമുറയിൽ നിന്ന് ഒരുപാട് സംഗീത സംവിധായകര് പഴയതിലുള്ളവരും ഒക്കെ ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ പേരുണ്ട്. മലയാള തനിമ വിടാതെ ഇപ്പോഴും അത് സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ആവശ്യത്തിന് മാത്രം വെസ്റ്റേൺ ഉൾപ്പെടുത്തുന്ന സംഗീത സംവിധായകരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണല്ലോ ഇപ്പോഴത്തെ. അപ്പോൾ അതനുസരിച്ച് പോയേ പറ്റൂ. പ്രൊഡ്യൂസർ ഡയറക്ടർ എന്ത് പറയുന്നോ അതനുസരിച്ച് സംഗീത സംവിധായകൻ അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ പറയും ആ പാട്ട് പോലെ ഈ പാട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ല, അതുപോലെ ചെയ്യേണ്ടി വരും. ചിലവർക്ക് അത് ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവസരങ്ങളില്ലാണ്ടാവും. ഏതെങ്കിലും ഒരു സംഗീതജ്ഞന്റെ പാടണം അല്ലെങ്കിൽ ഇന്നത് ഒരാളുടെ പാടണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടോ? എ.ആർ. റഹ്മാൻ സാറിന് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കുകയാണെങ്കിൽ നടന്നു. അതിന് ദൈവം ഒരു വിധി തരികയാണെങ്കിൽ, ഒരു നിയോഗം ഉണ്ടെങ്കിൽ ചെയ്യും. അതായത് നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു സിംഗ് യുവർ സോങ് ആസ് മൈ ബിഗ് ടൈം ആംബിഷൻ, സോ പ്ലീസ് കോൾ മീ ഇഫ് യു നീഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ബട്ട് യു ആർ സിംഗിങ് ലോട്ട് ഓഫ് സോങ്സ് ഫോർ വിദ്യ റൈറ്റ് എന്ന് ചോദിച്ചു ഒരു ദിവസം മദ്രാസ് എയർപോർട്ടിൽ. എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു അവസരം വന്നാൽ ഭാഗ്യം. കൂടുതൽ പാട്ടുകൾ പാടാനും അതുകൊണ്ടൊക്കെ സിനിമയിൽ സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. എ.ആർ. റഹ്മാന്റെ സംഗീതത്തിൽ ഒരു പാട്ട് പാടാൻ വളരെ പെട്ടെന്ന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവരും സന്തോഷം. താങ്ക് യു സോ മച്ച്.